നാഗവള്ളി സംവിധാനം ചെയ്ത എ ഓട്ടോ എന്ന സിനിമ റിലീസായ വർഷം നാട്ടിലെ മിക്കവാറും ചെറുപ്പക്കാരൊക്കെ ഓട്ടോറിക്ഷ വാങ്ങാനും ഓട്ടോ തൊഴിലാളിയായി മാറാനും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഓട്ടോറിക്ഷ വാങ്ങി തൻ്റെ ഓട്ടോയ്ക്ക് ഓട്ടോ അല്ലെങ്കിൽ സുന്ദരി എന്ന പേര് നൽകാനാണ് ഏറെ പേര് ശ്രദ്ധിച്ചത്. ഏത് നാട്ടിൻപുറത്ത് ചെന്നാലും അന്ന് ഓട്ടോയോ അല്ലെങ്കിൽ ഒരു സുന്ദരിയോ കാണാമായിരുന്നു. നാട്ടിൻപുറങ്ങളിലെ മിക്കവാറും ഓട്ടോകളുടെയൊക്കെ പേര് സുന്ദരി എന്നായിരുന്നു. അത്രമാത്രം മോഹൻലാലിൻ്റെ സുധി എന്ന കഥാപാത്രവും ഓട്ടോയും അതുപോലെ സുന്ദരി എന്ന ഓട്ടോയും സുന്ദരിയും ഒക്കെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. സുന്ദരിയില്ലാത്ത ഒരു ഓട്ടോ സ്റ്റാൻഡ് പോലും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു സിനിമ ആ കാലഘട്ടത്തെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നതിനുള്ള തെളിവായിരുന്നു ഓട്ടോയും സുന്ദരിയുമൊക്കെ. ആ സിനിമയെ ഇന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നും. മലയാളത്തിൽ ഒട്ടേറെ പേർ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഒന്നാം സ്ഥാനത്ത് സുന്ദരിയും ഓട്ടോയും നിലനിൽക്കുന്നത് മോഹൻലാൽ എന്ന നടൻ ചെയ്ത ആ കഥാപാത്രത്തിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ്. വേറെ എത്രയോ നടന്മാർ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായി ഓട്ടോ തൊഴിലാളികളായി വന്നിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും കഴിയാത്ത ഒരു ഗിമിക്ക് ഓട്ടോയിൽ ലാലേട്ടന് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഇന്നും കാലങ്ങൾക്കപ്പുറം ആ സിനിമയിലെ കഥാപാത്രവും ആ ഓട്ടോറിക്ഷയും ഒക്കെ നിലനിൽക്കുന്നത് ആ സിനിമയുടെ അന്നത്തെ ലാലേട്ടൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ്.